വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് കറണ്ട് എനർജി നോക്കാം. അപ്പോൾ കറണ്ട് എനർജി നോക്കുമ്പോൾ ആത്മാവ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നിങ്ങളുടെ പേഴ്സിന് ഫീൽ ആകുന്നുണ്ട്, സോൾ കണക്ഷൻ ഫീൽ ആകുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോൾ ഇവരോട് പറയുകയാണ്, നിങ്ങൾ ഈ ഒരു തീരുമാനം എടുക്കണം, ഇനിയെങ്കിലും നിങ്ങൾ ഈ ഒരു സ്റ്റാൻഡ് എടുത്തേ പറ്റത്തുള്ളൂ എന്ന് സോൾ ഇവരോട് പറയുകയാണ്. തേർഡ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാനുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സണുള്ളത്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, ഹസ്ബൻഡോ വൈഫോ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ളതാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ വൈഫോ ഹസ്ബൻഡോ ആയിരിക്കാം തേർഡ് പാർട്ടി, ഇല്ല എങ്കിൽ അച്ഛനോ അമ്മയോ ആയിരിക്കാം തേർഡ് പാർട്ടി. ഇവരുടെ സോൾ ഇവരോട് പറയുന്നുണ്ട് ഇങ്ങനൊരു ഡിസിഷൻ എടുക്കാൻ തേർഡ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുന്ന ഡിവൈൻ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കൂടുതൽ ആൾക്കാരുടെ കൂടെയും കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട്, അതായത് ഇപ്പോൾ 20 വർഷത്തെ കർമ്മ അസോസിയേറ്റ് ആയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കെങ്കിൽ അത്രയും വർഷം മാത്രമേ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുള്ളൂ, നിങ്ങൾ വേർപിരിയും. അതേപോലെ 10 വർഷത്തെ കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുള്ളെങ്കിൽ 10 വർഷം നിങ്ങൾ ജീവിക്കും, പിരിയും. അങ്ങനത്തെ ഇവിടെ കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ആൾക്കാരുടെയും കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുണ്ട്. അതായത് ഇത്ര വർഷം നിങ്ങൾ ജീവിക്കും എന്നുള്ള കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നിങ്ങൾ വേർപിരിയും. ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. എന്തെങ്കിലും കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അത് ചിലപ്പോൾ കാർമിക് റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സോൾമേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ആയിരിക്കാം. ഇവിടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്ന ക്ലെൻസ് ഔട്ടാണ്. അതായത് ഇവരോട് ഡിവൈൻ പറയുകയാണ്, എന്തൊക്കെ ഉണ്ടോ കർമാസ് അതെല്ലാം ക്ലെൻസ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഏത് വഴിയിൽ കൂടെ പോകുവാനാണ് ഈ ഒരു ഭൂമിയിൽ വന്നത്, ആ വഴിയിൽ കൂടെ പോകൂ. അതിനു വേണ്ടി ഡിവൈൻ ഇവരെ പ്രേരിപ്പിക്കുകയാണ്. ഇവിടെ ഇവരുടെ ഹൃദയം ഇവരോട് പറയുന്നത് ഒരു പുതിയ തുടക്കം കുറിക്കുവാനാണ്. മുന്നോട്ട് പോകൂ, ജീവിതത്തിൽ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കരുത് എന്നാണ് ഇവരുടെ ഹൃദയം ഇവരോട് പറയുന്നത്. ഇവരുടെ ആത്മാവ് ഇവരോട് പറയുന്നത് എന്ത് ജാതി ആയാലും, എന്ത് മതമായാലും, എന്ത് റിലീജിയൻ ആയാലും, കാസ്റ്റ് ആയാലും, കൾച്ചർ ആയാലും, എന്ത് സ്റ്റാറ്റസ് ആയാലും ഒരു കുഴപ്പമില്ല, അതെല്ലാം വിട്ട് കളഞ്ഞ് നിങ്ങളുടെ പേഴ്സിന് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുക്കൂ എന്നാണ് ഇവരോട് ഇവരുടെ ആത്മാവ് പറയുന്നത്. എപ്പോഴാണോ ഇവർ വാശിയിൽ വരുന്നത് അപ്പോൾ മാത്രമേ ഒരു ചേഞ്ച് നിങ്ങളുടെ ലവ് ലൈഫിൽ കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ വിചാരിക്കുകയാണ് സ്നേഹവും വേണം, എല്ലാ സിറ്റുവേഷനും നമ്മളുടെ ഫേവറിലും വരണം, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെ ഇരിക്കാനേ പറ്റത്തൂ. പക്ഷേ ഏതെങ്കിലും ഒന്ന് വിട്ടുകൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മളെ ആഗ്രഹിച്ച ജീവിതം ലഭിക്കുകയുള്ളൂ. ചില സിറ്റുവേഷൻസിൽ പേരൻസ് സമ്മതിക്കാം. അതായത് നിങ്ങളുടെ പേരൻസും അവരുടെ പേരൻസും വളരെ ബ്രോഡ് മൈൻഡായിട്ട് ചിന്തിക്കുന്നവരാണ് എങ്കിൽ ഓക്കെ ആയിരിക്കും, എല്ലാ സിറ്റുവേഷനും നിങ്ങളുടെ ഫേവറിൽ വരും. പക്ഷേ ചില സിറ്റുവേഷനിൽ അങ്ങനെ വരത്തില്ല. ഇവിടെ ആരെയാണോ ഞാൻ സ്നേഹിച്ചത്, ആ ഒരു സ്നേഹത്തിന് വേണ്ടി എനിക്ക് സ്റ്റാൻഡ് എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു തീരുമാനം ഇവർ എടുത്തു കഴിഞ്ഞു. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അവരുടെ അമ്മ, ഏതോ ഒരു മദർ എനർജി ഇവിടെ കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ അമ്മയെ പോലെ ഇവർ സ്നേഹിക്കുന്ന വേറൊരു വ്യക്തി ഇവിടെയാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി വളരെ പ്രൊട്ടക്റ്റീവും പൊസസീവും കെയറിങ്ങും ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ആർക്കാണ് ഇവർ കൂടുതലായിട്ട് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥാനം കൊടുക്കുന്നത്, നിങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേ, ആ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു ഫാമിലിയാണ് തേർഡ് പാർട്ടി എങ്കിൽ ഫാമിലിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുക എന്നുള്ളത് വളരെ കഷ്ടമുള്ള കാര്യമായിരിക്കാം. ഇവിടെ ഇവരുടെ കർമ്മത്തിൻ്റെ ഫലമാണ് ഇവർ അനുഭവിക്കുന്നത്. എന്ത് കർമ്മമാണോ ചെയ്തത് അതാണ് ഇവർ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഇവർ എങ്ങനെയെങ്കിലും തേർഡ് പാർട്ടി സമ്മതിക്കണേ എന്ന് പറഞ്ഞ് മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ്. ഇവിടെ തേർഡ് പാർട്ടിയോട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ പതുക്കെ പതുക്കെ നിങ്ങളുടെ പേഴ്സൺ ഡെസ്റ്റിനിയുടെ നേരെ വരികയാണ്. ഒന്നുകിൽ അപ്പുറം അല്ലെങ്കിൽ ഇപ്പുറം, അങ്ങനെ ഒരു ചിന്തയിലാണ് ഇവർ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇവർ തേർഡ് പാർട്ടിയോട് കോൺഫ്ലിക്റ്റ് ചെയ്തായാൽ ഇവരുടെ ആ ഒരു ഡെസ്റ്റിനിയിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധമുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ ഒന്നാവുന്നതാണ്. ഡെസ്റ്റിനിയിൽ നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ റിലീസ് ചെയ്തിട്ട് തേർഡ് പാർട്ടി പറയുന്നത് കേൾക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട് എങ്കിൽ ഡെസ്റ്റിനിയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുന്നതാണ് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൻ്റെ.
അപ്പോൾ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് കളക്റ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് തേർഡ് പാർട്ടിയുടെ നേരെ പോവുകയാണോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് കളയുകയാണ് എങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധമെന്ന് പറയുന്നത് കാർമിക് ബന്ധമായിരുന്നു. കാർമിക് റിലീസായതാണ് എന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ തന്നെയാണ് ഇവർ സ്വീകരിക്കുന്നത് എങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു വലിയ ബോണ്ട് ക്രിയേറ്റ് ആകുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ ഡിസ്ട്രാക്റ്റീവ് ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരുടെ കൂടെയാണോ പെൻഡിങ് കർമ്മ അസോസിയേറ്റ് ആയിട്ടുള്ളത് ആ ഒരു കാർമിക് ആയിട്ടുള്ള ആ ഒരു പെൻഡിങ് കർമ്മ റിലീസായി പോകും. ഈ ഒരു ടൈം പീരീഡിൽ കാർമിക് ആയിട്ടുള്ള ബന്ധം റിലീസായി പോവുകയും കുറേ ആൾക്കാർക്ക് കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുകയും ഹാപ്പിനെസ് റിസീവ് ആകുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ട് സെലിബ്രേഷൻ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ പേഴ്സണോട് എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നോക്കാം. നോക്കേണ്ട സിറ്റുവേഷൻ്റെ ആദ്യം നോക്കാം നമുക്ക്. ശനിയുടെയും രാഹുവിൻ്റെയും മാറ്റം, ആ ഒരു കൺജക്ഷൻ മാറുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു മാർച്ച് 31 തൊട്ട് മെയ് 16 വരെ ഒത്തിരി ക്രൂഷ്യലായിട്ടുള്ള മൊമെൻറ്റിൽ കൂടെയായിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. കാരണം ഒന്നുകിൽ നിങ്ങളുടെ ഫേവറിലായിരിക്കും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, ഒന്നുകിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശനിയുടെയും രാഹുവിൻ്റെയും ആ ഒരു കൺജക്ഷൻ നമുക്ക് പല കാര്യങ്ങളിലും ക്ലാരിറ്റി തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ടൈം പീരീഡിൽ പല ആൾക്കാരുടെയും ശരിയായ മുഖം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതേപോലെ നിങ്ങളുടെ പേഴ്സണും അങ്ങനെ ഒരു തീരുമാനം എടുത്തൊക്കെയാണ്. ഒന്നുകിൽ ഭാഗ്യത്തിൽ എന്താണോ ഉള്ളത് അത് നടപ്പിലാക്കുക, ഇല്ല എങ്കിൽ എൻഡാക്കുക. അങ്ങനൊരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സണും വരുന്നത്. നിങ്ങൾ എത്രത്തോളം അവർക്ക് വേണ്ടി ലോയലാണ്, അവർ എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി ലോയലാണ് എന്നെല്ലാം ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്താവുന്നതായിട്ടും കാണാൻ സാധിക്കുന്ന ഈ ഒരു ടൈം പീരീഡിൽ. അതായത് സാറ്റനും രാഹു ഒരുമിച്ച് വരുമ്പോൾ ഇലൂഷൻസ് മാറിപ്പോകും. ഇവിടെ രാഹുവും ആ ഒരു ശനി ഭഗവാനും ഒരുമിച്ച് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തെങ്കിൽ, എന്നെ സ്നേഹിച്ചെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു തോന്നൽ വരത്തില്ലേ. അങ്ങനെയുള്ള തോന്നലൊക്കെ ഇനി മാറും. കാരണം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും. എല്ലാം ക്ലിയർ കട്ടായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഈ ഒരു ടൈം പീരീഡിൽ. നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് കുറച്ച് നമ്പർ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 7966696144 ഈ നമ്പറൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു നമ്പർ കാണുന്നുണ്ട് എങ്കിൽ നല്ലതാണ്. ഈ നമ്പർ കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇൻഡിക്കേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ സർപ്രൈസ് ആയിട്ട് വച്ചേക്കാണ് പല കാര്യങ്ങളും. മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും സർപ്രൈസ് ആയിട്ട് വച്ചേക്കാണ്. നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത അവരുടെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്ന സമയം ലഭിക്കുന്നതാണ്. കാരണം പോസിറ്റീവായിട്ടുള്ള ആ ഒരു വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പീസ്ഫുള്ളായിട്ട് എല്ലാം അവസാനിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻ്റാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാർക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ 7 ആണ് നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള 7 അവേഴ്സ് അല്ലെങ്കിൽ 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർക്ക്. ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. ഇവിടെ കോണ്ടാക്ട് സിറ്റുവേഷനുള്ളവർക്ക് അപകടമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വഴക്കിടും, ഡിസ്കണക്റ്റ് ആകുമെന്നൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 4 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ 14 അവേഴ്സിനുള്ളിൽ നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഡിസ്കണക്റ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തെങ്കിലും ഫിയർ കാരണം നിങ്ങൾ വഴക്കിടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇലൂഷൻ കാരണം നിങ്ങൾ വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വിഷസ് റിലേറ്റഡ് ആയിട്ട് സഫറിങ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും തമ്മിൽ, അതായത് ഏതോ ഒരു വിഷ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്, അത് പൂർണ്ണമാകുന്നില്ല. അത് കാരണം നിങ്ങൾ തമ്മിൽ സഫറിങ് അനുഭവിക്കുന്നു, വഴക്കിടുന്നതായിട്ടുള്ള ഒരു എനർജി കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവരാണ് എങ്കിൽ 4 അവേഴ്സ് തൊട്ട് 22 അവേഴ്സ് വരെ അവെയർ ആയിട്ടിരിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ. ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം.
നിങ്ങൾക്ക് ഏഞ്ചൽസിൽ വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾ ഏഞ്ചൽസ് പറയുന്നത് കേൾക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. കൂടാതെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് വരാൻ പോവുകയാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. കുറേ ആൾക്കാർക്ക് മെഡിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്പിരിച്വൽ പ്ലേസിൽ പോവുകയാണെങ്കിൽ മെഡിറ്റേഷൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. இந்த റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.